basicity relationship of amines. അമീൻസിൻ്റെ സ്ട്രക്ചറും ബേസിറ്റിയും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? അങ്ങനെ റിലേഷൻ ഉണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ആദ്യമായിട്ട് കൺസിഡർ ചെയ്യുന്നത് ആൽക്കൻ അമീൻ വേഴ്സസ് അമോണിയ ആണ്. നമ്മൾ നേരത്തെ പഠിച്ചു അമോണിയേക്കാൾ കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബേസാണ് ആലിഫാറ്റിക് അമീൻ എന്ന്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ആലിഫാറ്റിക് അമീൻ കൺസിഡർ ചെയ്തിരിക്കുന്നു, അതുപോലെ തന്നെ അമോണിയ മോളിക്യൂളിനെയും കൺസിഡർ ചെയ്തിരിക്കുന്നു. ആലിഫാറ്റിക് അമീൻ എന്ന് പറയുമ്പോൾ എന്താണ്? RNH2 ആണ് അല്ലേ? RNH2 നൈട്രജനിൽ അൺഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസും ഉണ്ട്. ഇങ്ങനെയുള്ള അമീൻ H+ഉമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രോട്ടോണുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. പ്രോട്ടോൺ നൽകുന്നത് ആരാണ്? ഒരു ആസിഡ് ആണ് അല്ലേ? അതുകൊണ്ട് തന്നെ അമീൻ അണ്ടർഗോ റിയാക്ഷൻ വിത്ത് ആൻ ആസിഡ് ആൻഡ് ഫോം എ സോൾട്ട്. RNH3+ എന്ന ഒരു സോൾട്ട് ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഈ റിയാക്ഷൻ ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. ഇതുപോലെ തന്നെ അമോണിയ NH3 എന്ന് പറയുന്ന മോളിക്യൂള് H+ഉമായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ട് NH4+ അല്ലെങ്കിൽ അമോണിയം എന്ന് പറയുന്ന ഒരു സോൾട്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ രണ്ട് മോളിക്യൂൾസും, അതായത് അമോണിയയും ഒരു ആലിഫാറ്റിക് അമീനും H+ഉമായിട്ട് റിയാക്ട് ചെയ്യുന്നു. റിയാക്ട് ചെയ്തതിന് ശേഷം കറസ്പോണ്ടിങ് സോൾട്ട് നൽകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ബേസിറ്റി പറയാനായിട്ട് സാധിക്കുക? അതിന് വേണ്ടിയിട്ട് ആലിഫാറ്റിക് അമീൻ്റെ സ്ട്രക്ചർ ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കൂ. അവിടെ നമുക്ക് ഒരു R ഗ്രൂപ്പിൻ്റെ പ്രസൻസ് കാണാം. ഈ R ഗ്രൂപ്പ് അല്ലെങ്കിൽ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് ആക്ച്വലി ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ്. ഈ R ഗ്രൂപ്പ് അതിലുള്ള ഇലക്ട്രോണുകളെ മുഴുവൻ നൈട്രജനിലേക്ക് പുഷ് ചെയ്ത് കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ഡ്യൂ ടു ദ ഇലക്ട്രോൺ റിലീസിങ് നേച്ചർ ഓഫ് ദിസ് ആൽക്കൈൽ ഗ്രൂപ്പ്, it pushes the electron towards nitrogen and it makes the unshared electron pair is more available for the reaction with acid. ഇവിടെ നൈട്രജനിലേക്ക് കൂടുതൽ ഇലക്ട്രോണുകളെ കിട്ടുമ്പോൾ, നൈട്രജൻ കൂടുതൽ ഇലക്ട്രോൺ റിച്ച് ആവുമ്പോൾ ആസിഡിലെ പ്രോട്ടോണുമായിട്ട് വളരെ ഈസി ആയിട്ട് ഇതിനെ റിയാക്ട് ചെയ്യാനും സോൾട്ട് ഫോർമേഷൻ നടക്കുന്നതിനും സാധിക്കുന്നു. അതിനാലാണ് നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കുക? അമോണിയേക്കാൾ കുറച്ചുകൂടെ സ്ട്രോങ് ബേസ് ആണ് ആലിഫാറ്റിക് അമീൻ എന്ന് പറയാൻ സാധിക്കുക. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെയുള്ള അമീനിൽ ഒരു R ഗ്രൂപ്പേ ഉള്ളൂ അല്ലേ? അതുകൊണ്ട് തന്നെ ഇതൊരു പ്രൈമറി അമീനാണ്. ഇനി ഇതിൽ കൂടുതൽ R ഗ്രൂപ്പുകൾ വരുമ്പോൾ ഇതിൻ്റെ ബേസിറ്റിക്ക് എന്താണ് സംഭവിക്കുക? R ഗ്രൂപ്പ് അല്ലെങ്കിൽ ആൽക്കൈൽ ഗ്രൂപ്പ് കൂടുന്നതിനനുസരിച്ചിട്ട് ഈ ഓരോ ആൽക്കൈൽ ഗ്രൂപ്പും അതിലുള്ള ഇലക്ട്രോണുകളെ നൈട്രജനിലേക്ക് കൊടുക്കുന്നത് കൂടുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതിൻ്റെ ഫലമായിട്ട് +I ഇഫക്റ്റ് കൂടുന്നു. +I ഇഫക്റ്റ് കൂടുമ്പോൾ അതിൻ്റെ ബേസിറ്റിയും കൂടും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇൻ ഗേഷ്യസ് സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ അമോണിയയുടെയും അമീൻസിൻ്റെയും ബേസിറ്റിയെ നമുക്ക് എങ്ങനെ കമ്പയർ ചെയ്യാം? നമുക്ക് പറയാം, ടെർഷ്യറി അമീൻ ഈസ് ഹാവിങ് മോർ ബേസിറ്റി as compared to secondary as compared to primary and ammonia. അമോണിയേക്കാൾ കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ബേസ് ആണ് ആലിഫാറ്റിക് അമീൻസ് എന്ന് പറഞ്ഞു. ആലിഫാറ്റിക് അമീൻസിൽ തന്നെ ഏറ്റവും കൂടുതൽ ബേസിറ്റി ആർക്കായിരിക്കും? ടെർഷ്യറി, പിന്നെ സെക്കൻഡറി, പിന്നെ പ്രൈമറി. എന്തുകൊണ്ടാണ് ടെർഷ്യറി? ടെർഷ്യറി എന്ന് പറയുന്ന അമീനിൽ 3 ആൽക്കൈൽ പാർട്ടുകൾ ഉണ്ട് അല്ലേ? 3 ആൽക്കൈൽ ഗ്രൂപ്പുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ I ഇഫക്റ്റ് കൂടും. The substituted ammonium ion formed from amine gets stabilized due to the +I effect of the alkyl group. Thus, basic nature of amine increases with the increasing in the number of alkyl group. Number of alkyl groups കൂടുന്നതിനനുസരിച്ചിട്ട് അമീൻസിൻ്റെ ബേസിറ്റിയും കൂടുന്നു എന്ന് പ്രത്യേകം ഓർക്കണം. അപ്പോൾ നമ്മൾ പഠിച്ചൊരു കാര്യം, അമീൻസിനെയും അമോണിയയെയും ഗേഷ്യസ് സ്റ്റേറ്റിൽ, ഗേഷ്യസ് ഫേസിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവയുടെ ബേസിറ്റി ഓർഡർ tertiary amine is greater than secondary amine, is greater than primary amine, it is greater than ammonia. Aqueous solution ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു അമീൻ്റെ ബേസിറ്റി നമുക്ക് എങ്ങനെയാണ് പറയാനായിട്ട് സാധിക്കുക? ബേസിറ്റി ഓഫ് എൻ അമീൻ ഇറ്റ്സ് aqueous solution depend upon the stability of ammonium cation which is formed by accepting proton from water. വാട്ടറിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ വാട്ടറിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു അമീനെ പറ്റിയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഒരു അമീൻ്റെ aqueous സൊല്യൂഷൻ. അപ്പോൾ അമീൻ വാട്ടറിൽ നിന്നും H+ അയോൺസിനെ സ്വീകരിച്ചുകൊണ്ട് ഉണ്ടാകുന്ന ഒരു അയോണാണ് അമോണിയം കാറ്റയോൺ. അപ്പോൾ അമോണിയം കാറ്റയോണിൻ്റെ സ്റ്റെബിലിറ്റിയുടെ ബേസിസിലാണ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമീൻസിൻ്റെ aqueous സൊല്യൂഷനിലുള്ളവയുടെ ബേസിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കുക.
അപ്പോൾ അമോണിയം കാറ്റയോണിൻ്റെ സ്റ്റെബിലിറ്റിയെ പറ്റി ചിന്തിക്കുമ്പോൾ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് അമോണിയം കാറ്റയോണിൻ്റെ സ്റ്റെബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? പ്രധാനമായിട്ടും 3 ഫാക്ടേഴ്സ് ആണ് അമോണിയം കാറ്റയോണിൻ്റെ സ്റ്റെബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേതാണ് പ്ലസ് ഐ ഇഫക്റ്റ് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്. ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ പ്ലസ് ഐ ഇഫക്റ്റ്. നമുക്കറിയാം എന്താണ് പ്ലസ് ഐ ഇഫക്റ്റ് എന്ന്. എന്താണ് പ്ലസ് ഐ ഇഫക്റ്റ്? ആൽക്കൈൽ ഗ്രൂപ്പുകൾക്ക് അതിൻ്റെ കൂടെ ഇലക്ട്രോൺസിനെ തൊട്ടടുത്ത ആറ്റത്തിലേക്ക് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് അല്ലേ? അതിനെയാണ് പ്ലസ് ഐ ഇഫക്റ്റ് അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു ഫാക്ടറാണ് സ്റ്റെറിക് ഇഫക്റ്റ് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്സ്. അതായത് ആൽക്കൈൽ ഗ്രൂപ്പ്സിൻ്റെ സൈസ് കൂടുതലുള്ളവയ്ക്ക് ഉണ്ടാകുന്ന ഒരു ഇഫക്റ്റാണ് സ്റ്റെറിക് ഇഫക്റ്റ്. മൂന്നാമതായിട്ട് നമ്മൾ പഠിക്കുന്ന ഇഫക്റ്റാണ് സോൾവേഷൻ ഇഫക്റ്റ്. അതായത് എപ്പോഴും വാട്ടർ മോളിക്യൂൾസിൽ എംബഡ് ചെയ്തിരിക്കുമ്പോൾ നമുക്കറിയാം ഈ വാട്ടർ മോളിക്യൂൾസ് അമീനിന് ചുറ്റും വന്ന് സറൗണ്ട് ചെയ്യുകയും ഈ അമീൻ വാട്ടർ മോളിക്യൂളിൽ സോലിബിൾ ആവുകയും ചെയ്യുന്നു അല്ലേ? ഈ ഇഫക്റ്റിനെയാണ് സോൾവേഷൻ ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകം ഓർക്കണം, അമീൻ അതിൻ്റെ അക്വസ് സൊല്യൂഷനിലിരിക്കുമ്പോൾ അതിൻ്റെ ബേസിറ്റിയെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ 3 ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഏതൊക്കെയാണവ? പ്ലസ് ഐ ഇഫക്റ്റ് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്, സ്റ്റെറിക് ഇഫക്റ്റ് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് ആൻഡ് സോൾവേഷൻ ഇഫക്റ്റ്. ഇങ്ങനെ 3 ഇഫക്റ്റുകൾ കൺസിഡർ ചെയ്തുകൊണ്ട് മാത്രമേ അക്വസ് സൊല്യൂഷനിലിരിക്കുന്ന അമീൻസിൻ്റെ ബേസിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ ആദ്യം തന്നെ പ്ലസ് ഐ ഇഫക്റ്റ് മാത്രം കൺസിഡർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. പ്ലസ് ഐ ഇഫക്റ്റ് അല്ലെങ്കിൽ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് കൂടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ഇൻഡക്റ്റീവ് ഇഫക്റ്റും കൂടും. അങ്ങനെയാണെങ്കിൽ പ്രൈമറി, സെക്കൻഡറി, തെർഷ്യറി അമീൻസിനൊന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. ഏറ്റവും കൂടുതൽ ആൽക്കൈൽ ഗ്രൂപ്പ് വരുന്ന ആർക്കാണ്? തെർഷ്യറി അമീനാണ് അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ ഐ ഇഫക്റ്റ് മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദ ബേസിറ്റി ഓഫ് അമീൻ ഫോളോസ് ദിസ് ഓർഡർ. തെർഷ്യറി ഈസ് ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഈസ് ഗ്രേറ്റർ ദാൻ പ്രൈമറി. എന്തുകൊണ്ടാണ് തെർഷ്യറിക്ക് കൂടുതൽ ബേസിറ്റി വന്നത്? തെർഷ്യറി അമീനിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ അതിൽ 3 ആൽക്കൈൽ ഗ്രൂപ്പുകളുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് കൂടുതലായിരിക്കും. അതുപോലെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമോണിയം കാറ്റയോണിൻ്റെ സോൾവേഷൻ ഇഫക്റ്റ് ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കൂ. ദ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമോണിയം കാറ്റയോൺ ഓൾസോ ഗെറ്റ് സ്റ്റെബിലൈസ്ഡ് ബൈ സോൾവേഷൻ വിത്ത് വാട്ടർ മോളിക്യൂൾസ്. ഇവിടെ അമീൻ വാട്ടർ മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ടുണ്ടായിട്ടുള്ള അമോണിയം കാറ്റയോണിനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന മറ്റൊരു പങ്ക് വഹിക്കുന്ന ഒന്നാണ് വാട്ടർ മോളിക്യൂൾസ്. വാട്ടർ മോളിക്യൂൾസ് ഇതിന് ചുറ്റും വന്ന് എംബഡ് ചെയ്യുകയും സോൾവേഷൻ ഇഫക്റ്റ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു കാര്യം, സൈസ് ഓഫ് ദ അയോൺ കൂടുന്നതിനനുസരിച്ചിട്ട് സോൾവേഷൻ എളുപ്പമായിരിക്കുമോ ബുദ്ധിമുട്ടായിരിക്കുമോ? നമുക്കറിയാം ഒരു അയോണിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ സോൾവേഷൻ ബുദ്ധിമുട്ടായിരിക്കും. സോ ആസ് ദ സൈസ് ഓഫ് ദ അയോൺ ഇൻക്രീസസ് their solvation will be difficult or lesser. അപ്പോൾ ഈ 3 ഫാക്ടേഴ്സിനെയും അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് അമീൻസിൻ്റെ ബേസിറ്റിയെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കുക എന്ന് നോക്കാം. സോൾവേഷൻ ഇഫക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് അമീൻസിന് ചുറ്റും വാട്ടർ മോളിക്യൂൾസ് വന്ന് ചുറ്റിക്കൊണ്ട് അത് ആ മോളിക്യൂൾസ് അമീനിനെ സോൾവേറ്റ് ചെയ്യുന്നു അല്ലേ? അപ്പോൾ ഈ സോൾവേഷൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എങ്ങനെയാണ് ഇവയുടെ സ്റ്റെബിലിറ്റിയെ പറ്റി പറയാൻ നോക്കാം. അതിനുവേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. ഇവിടെ പ്രൈമറി, സെക്കൻഡറി, തെർഷ്യറി അമീനുകളെ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നു. ഇവിടെ പ്രൈമറി അമീൻ വാട്ടർ മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ട് ഉണ്ടാകുന്ന അമോണിയം കാറ്റയോൺ ആണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് RNH3+. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം 3 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വാട്ടറുമായിട്ട് റിയാക്ഷൻ വരുമ്പോൾ, അതായത് സോൾവേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ വാട്ടർ മോളിക്യൂൾസ് ഇതിന് ചുറ്റും വന്ന് കൂടുമ്പോൾ RNH3+ലെ 3 ഹൈഡ്രജൻ ആറ്റംസിനും വാട്ടർ മോളിക്യൂളുമായിട്ട് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ സെക്കൻഡറി അമീൻ്റെ കേസിലോ? സെക്കൻഡറി അമീൻ്റെ കേസിൽ അത് ഫോം ചെയ്യുന്ന അമോണിയം കാറ്റയോൺ ആണ് R2NH2+. ഈ R2NH2+ൽ 2 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട് അല്ലേ? അതുകൊണ്ട് തന്നെ ഈ 2 ഹൈഡ്രജൻ ആറ്റംസിന് വാട്ടർ മോളിക്യൂളുമായിട്ട് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാനായിട്ട് സാധിക്കും. തെർഷ്യറി അമീൻ്റെ കേസിലേക്ക് വരുമ്പോഴോ നമുക്ക് അറിയാം തെർഷ്യറി അമീൻ അണ്ടർഗോ പ്രോട്ടോണേഷൻ ആൻഡ് ഫോം R3NH. ഇതിൽ 1 ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ 1 ഹൈഡ്രജൻ ബോണ്ടിങ്ങേ പോസിബിൾ ആവുകയുള്ളൂ. സോ we can say that decreasing order of extent of hydrogen bonding in water and order of stability of ion by
സോൾവേഷൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഹൈഡ്രജൻ ബോണ്ടിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ഇതിൻ്റെ എക്സ്റ്റെൻറ്റ് ഓഫ് സോൾവേഷൻ പറയാനായിട്ട് സാധിക്കുന്നു. ഇപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു 3 ഫാക്ടേഴ്സാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഏതൊക്കെയാണ്? പ്ലസ് ഐ ഇഫക്റ്റ്, സ്റ്റെറിക് ഇഫക്റ്റ് ആൻഡ് സോൾവേഷൻ. ഇനി സ്റ്റെറിക് ഇഫക്റ്റിനെയും സോൾവേഷനെയും നമ്മൾ ഒന്നിച്ച് കൺസിഡർ ചെയ്യുകയാണെങ്കിലോ? അപ്പോൾ സോൾവേഷൻ ഇഫക്റ്റ് മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കി പ്രൈമറി ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ദാൻ തേർഷ്യറി. എന്നാൽ പ്രൈമറി സെക്കൻഡറി തേർഷ്യറി നമ്മൾ കൺസിഡർ ചെയ്തു അല്ലേ? എന്നാൽ സോൾവേഷൻ ഇഫക്റ്റും സ്റ്റെറിക് ഇഫക്റ്റും നമ്മൾ ഒരുമിച്ച് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുക? ഓൺ കൺസിഡറിങ് ദി സോൾവേഷൻ ഇഫക്റ്റ് ആൻഡ് സ്റ്റെറിക് ഇഫക്റ്റ് we will reach a conclusion that greater the number of hydrogen atoms on nitrogen atom, greater will be hydrogen bonding and hence more stable the ammonium cation. ഇവിടെ കണ്ടതുപോലെ തന്നെ നൈട്രജൻ ആറ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ നമ്പർ കൂടുന്നതിനനുസരിച്ചിട്ട് അവയുടെ സ്റ്റെബിലിറ്റിയും കൂടുതലായിരിക്കും. അതായത് ഹൈഡ്രജൻ ആറ്റംസ് വരുമ്പോൾ അവർക്ക് വളരെ ഈസി ആയിട്ട് വാട്ടർ മോളിക്യൂളുമായിട്ട് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാനായിട്ട് സാധിക്കും. അത് മാത്രവുമല്ല ടെർഷ്യറി അമീൻ്റെ കേസിൽ നമുക്ക് കാണാം 3 ആൽക്കൈൽ ഗ്രൂപ്പുകൾ പ്രസൻ്റ് ആയിട്ടുണ്ട് അല്ലേ? അപ്പോൾ 3 ആൽക്കൈൽ ഗ്രൂപ്പുകൾ വരുമ്പോൾ അവിടെ സ്റ്റെറിക് ഹിൻഡ്രൻസ് വരുന്നത് കൊണ്ട് അവിടെ വാട്ടർ മോളിക്യൂളിന് വളരെ ഈസി ആയിട്ട് സോൾവേഷൻ നടത്താനായിട്ട് സാധിക്കില്ല. സോ നമുക്ക് പറയാം when we are considering aqueous solution of amine and considering these 2 factors steric effect and solvation effect, it follows the order primary is greater than secondary than tertiary. Aqueous solution ഉള്ള അമീൻസിൻ്റെ ബേസിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ നമ്മൾ 3 ഫാക്ടേഴ്സ് പഠിച്ചു അല്ലേ? ഏതൊക്കെയാണ് ആ ഫാക്ടേഴ്സ്? പ്ലസ് ഐ ഇഫക്റ്റ്, സ്റ്റെറിക് ഇഫക്റ്റ് ആൻഡ് സോൾവേഷൻ ഇഫക്റ്റ്. ഈ 3 ഫാക്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 2 കേസസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് ഇഫ് യു ആർ കൺസിഡറിങ് ദ ആർ ഗ്രൂപ്പ് ഈസ് എ CH3 ഗ്രൂപ്പ്. ഒരു വളരെ ചെറിയ ആൽക്കൈൽ ഗ്രൂപ്പായിട്ടുള്ള CH3 ഗ്രൂപ്പാണ് ഈ അമീൻസിൽ പ്രസൻ്റ് ആയിട്ടുള്ളത് എന്നിരിക്കട്ടെ. അപ്പോൾ CH3 ഗ്രൂപ്പ് എന്ന് പറയുന്നത് വളരെ ചെറിയ ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ അവിടെ സ്റ്റെറിക് ഹിൻഡ്രൻസ് വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ സ്റ്റെറിക് ഹിൻഡ്രൻസ് ഇല്ല എന്ന് തന്നെ പറയാം. In the presence of the CH3 group, there is no steric hindrance. എന്നാൽ ഇവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട് അല്ലേ? Hence, hydrogen bonding predominates the steric hindrance. അപ്പോൾ എപ്പോഴും ഓർക്കണം 3 അമീൻസിനെ നിങ്ങളൊന്ന് മനസ്സിൽ കൺസിഡർ ചെയ്യുക. പ്രൈമറി അമീൻ, സെക്കൻഡറി അമീൻ, ടെർഷ്യറി അമീൻ. ഇത് അക്വ സൊല്യൂഷനിൽ പോയിട്ട് അക്വ സൊല്യൂഷനിലെ വാട്ടർ മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ കറസ്പോണ്ടിങ് അമോണിയം അയോൺ ഫോം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടെയുള്ള ആർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വളരെ ചെറുതായിട്ടുള്ള ഒരു CH3 ഗ്രൂപ്പ് ആണ് എങ്കിൽ അവിടെ സ്റ്റെറിക് ഇഫക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യണ്ട. സ്റ്റെറിക് ഇഫക്റ്റിനേക്കാൾ കൂടുതൽ അവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഏതിനാണ്? ഹൈഡ്രജൻ ബോണ്ടിങ്ങിനാണ്. അപ്പോൾ സ്റ്റെറിക് ഇഫക്റ്റും ഹൈഡ്രജൻ ബോണ്ടിങ്ങും കൺസിഡർ ചെയ്യുമ്പോൾ ഏറ്റവും നന്നായിട്ട് ഈ 2 ഫാക്ടേഴ്സും അസോസിയേറ്റ് ചെയ്ത് വരുന്നത് അല്ലെങ്കിൽ ഫേവറബിൾ ആയിട്ട് വരുന്നത് സെക്കൻഡറി അമീനാണ്. എന്തുകൊണ്ടായിരിക്കും സെക്കൻഡറി അമീനിന് ഈ 2 കണ്ടീഷൻസും ഫേവറബിൾ ആയിട്ട് വരുന്നത്? സെക്കൻഡറി അമീൻ എന്ന് പറയുമ്പോൾ അതിൽ 2 ആർ ഗ്രൂപ്പുകൾ ഉണ്ട് അല്ലേ? അപ്പോൾ R2NH2+ ആണ്. ഇതിൽ 2 ആർ ഗ്രൂപ്പുകൾ ഉണ്ട്. 2 ആർ ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ പോലും അവിടെ സ്റ്റെറിക് ഹിൻഡ്രൻസ് ഇല്ല. മാത്രമല്ല 2 ഹൈഡ്രജൻ ഗ്രൂപ്പുകൾ ഉണ്ട്. അപ്പോൾ 2 ഹൈഡ്രജൻ ഗ്രൂപ്പുകൾ ഉള്ളതുകൊണ്ട് തന്നെ അതിന് വാട്ടർ മോളിക്യൂളുമായിട്ട് 2 ഹൈഡ്രജൻ ബോണ്ട് പോസിബിൾ ആണ്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഫേവറബിൾ ആയിട്ട് വരുന്നത് സെക്കൻഡറി അമീൻ ആണെന്ന് പറയുന്നത് അക്വസ് സൊല്യൂഷനിൽ. പിന്നീട് വരുന്നത് പ്രൈമറി അമീനാണ്. പ്രൈമറി അമീനിന്റെ പ്രത്യേകത എന്താണ്? RNH3+ എന്ന അമോണിയം കാറ്റയോൺ ആണ് ഫോം ചെയ്യുന്നത്. അവിടെ 3 ഹൈഡ്രജൻ ആറ്റംസ് പ്രസന്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 3 ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിളും ആണ്. എന്നാൽ അവിടെയുള്ള ഒരു ആർ ഗ്രൂപ്പാണ്. ഈ ടെർഷ്യറി അമീൻ്റെ കേസിലോ 3 ആർ ഗ്രൂപ്പ്സും 1 ഹൈഡ്രജനും ആണുള്ളത് അല്ലേ? അതിനാൽ നമുക്ക് പറയാം ഇഫ് the alkyl group is smaller one, that is like CH3 group. ഇനി രണ്ടാമത്തെ കേസായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇവിടെയുള്ള ഈ ആൽക്കൈൽ ഗ്രൂപ്പ് CH3 ഗ്രൂപ്പിനേക്കാൾ കുറച്ചുകൂടെ ബിഗ്ഗർ സൈസ് ആണ് എന്നിരിക്കട്ടെ. അപ്പോൾ എന്താണ് സംഭവിക്കുക? ഇഫ് ദ ആൽക്കൈൽ ഗ്രൂപ്പ് ഈസ് ബിഗ്ഗർ ദാൻ CH3 ഗ്രൂപ്പ്, ദർ ഈസ് സ്റ്റെറിക് ഹിൻഡ്രൻസ് ടു ഹൈഡ്രജൻ ബോണ്ടിങ്. അവിടെ വാട്ടർ മോളിക്യൂളുമായിട്ട് ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ചെയ്യാനായിട്ട് അത്രയ്ക്ക് എളുപ്പമല്ല. അവിടെ സ്റ്റെറിക് ഹിൻഡ്രൻസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ പ്ലസ് ഐ ഇഫക്റ്റ് ആണ് അവിടെ ഹൈഡ്രജൻ ബോണ്ടിങ്ങിനേക്കാൾ പ്രിഡോമിനൻ്റ് ആയിട്ട് നിൽക്കുക. അപ്പോൾ ഏതിനായിരിക്കും ഏറ്റവും കൂടുതൽ പ്ലസ് ഐ ഇഫക്റ്റും ഹൈഡ്രജൻ ബോണ്ടിങ്ങും? രണ്ടും ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും?
സെക്കൻഡറി അമീൻ ആണ് അല്ലേ. കാരണം എന്തുകൊണ്ടാ? സെക്കൻഡറി അമീനിന് 2 ആൽക്കൈൽ ഗ്രൂപ്പും ഉണ്ട്, കാറ്റയോണിൽ 2 H+ ഉണ്ട്. അതുകൊണ്ട് തന്നെ 2 ഹൈഡ്രജൻ ബോണ്ടിങ്ങും പോസിബിൾ ആണ്. എന്നാൽ 2 ആൽക്കൈൽ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് അതിൻ്റെ +I ഇഫക്റ്റും കൂടുതലായിരിക്കും. അവിടെയും ഏറ്റവും കൂടുതൽ ബേസിറ്റി വരുന്നത് ടെർഷ്യറി അമീൻ ആണ്. പിന്നീട് ബേസിറ്റി കാണിക്കുക, അവിടെയും ഏറ്റവും കൂടുതൽ ബേസിറ്റി വരുന്നത് സെക്കൻഡറി അമീനാണ്. അതിനുശേഷം ബേസിറ്റി കാണിക്കുന്നത് ടെർഷ്യറി അമീൻ ആയിരിക്കും. എന്തുകൊണ്ടാണ്? ടെർഷ്യറി അമീൻ എന്ന് പറയുമ്പോൾ അതിൽ 3 ആൽക്കൈൽ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് തന്നെ 3 ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെയും +I ഇഫക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ഇഫ് ദ ആൽക്കൈൽ ഗ്രൂപ്പ് ഈസ് ബിഗ്ഗർ ദാൻ CH3 ഗ്രൂപ്പ്, the basicity of amines follows this order: secondary is greater than tertiary is greater than primary. അപ്പോൾ ബേസിറ്റിയെ പറ്റി ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഗേഷ്യസ് ഫോമിലാണെങ്കിലുള്ള ബേസിറ്റിയും അക്വസ് സൊല്യൂഷൻ്റെ കേസിൽ വരുമ്പോഴുള്ള ബേസിറ്റിയും പ്രത്യേകം കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ അക്വസ് സൊല്യൂഷനിലാണെങ്കിൽ R ഗ്രൂപ്പിൻ്റെ സൈസ് അനുസരിച്ചിട്ട് ബേസിറ്റിയിൽ വ്യത്യാസം വരുന്നു. R ഗ്രൂപ്പ് സ്മോളർ സൈസ് ആണെങ്കിൽ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി ഗ്രേറ്റർ ദാൻ ടെർഷ്യറി. എന്നാൽ R ഗ്രൂപ്പ് അല്ലെങ്കിൽ ആൽക്കൈൽ ഗ്രൂപ്പ് ബിഗ്ഗർ സൈസ് ആണെങ്കിൽ ദ ബേസിറ്റി ഓഫ് ദിസ് അമീൻസ് ഫോളോസ് ദിസ് ഓർഡർ: സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടെർഷ്യറി ഗ്രേറ്റർ ദാൻ പ്രൈമറി. അപ്പോൾ ഒരു അമീൻ അതിൻ്റെ അക്വസ് സൊല്യൂഷനിൽ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ബേസിറ്റി എന്ന് പറയുന്നത് ഈ 3 ഫാക്ടേഴ്സിനെയും +I ഇഫക്റ്റ്, സ്റ്റെറിക് ഇഫക്റ്റ്, സോൾവേഷൻ ഇഫക്റ്റ് എന്നിങ്ങനെയുള്ള ഇഫക്റ്റുകളുടെ അടിസ്ഥാനത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്ന് പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതുണ്ട്. അക്വസ് സൊല്യൂഷനുള്ള അമീൻസിൻ്റെ ബേസിറ്റിയെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈഥൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമീൻസിൻ്റെയും മീഥൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമീൻസിൻ്റെയും ബേസിറ്റി നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ ഈഥൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമീൻസ് എന്ന് പറയുമ്പോൾ അതിൽ R ഗ്രൂപ്പ് CH3 ഗ്രൂപ്പിനേക്കാൾ സൈസ് കൂടിയവയാണ് അല്ലേ. അതുകൊണ്ട് തന്നെ അവയുടെ ബേസിറ്റിയുടെ ഓർഡർ പ്രത്യേകം ഓർക്കണം: സെക്കൻഡറി അമീൻ ഇസ് ഗ്രേറ്റർ ദാൻ ടെർഷ്യറി അമീൻ ഇസ് ഗ്രേറ്റർ ദാൻ പ്രൈമറി അമീൻ ഇസ് ഗ്രേറ്റർ ദാൻ അമോണിയ. അപ്പോൾ CH3 ഗ്രൂപ്പിനേക്കാൾ വലിയ ആൽക്കൈൽ ഗ്രൂപ്പുകൾ ഉള്ള അമീൻസിൻ്റെ കേസിൽ സെക്കൻഡറി ഈസ് ഗ്രേറ്റർ ദാൻ ടെർഷ്യറി ഈസ് ഗ്രേറ്റർ ദാൻ പ്രൈമറി ഈസ് ഗ്രേറ്റർ ദാൻ അമോണിയ എന്ന ഓർഡറാണ് ബേസിറ്റിയെ സൂചിപ്പിക്കുന്നത്. എന്നാൽ മീഥൈൽ അമീൻ്റെ കേസിലാണെങ്കിലോ, മീഥൈൽ അമീനിലെ ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സ്മോൾ ആൽക്കൈൽ ഗ്രൂപ്പായിട്ടുള്ള CH3 ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ the basicity of aqueous solution of amines follows this order: primary is greater than, secondary is greater than, tertiary is greater than ammonia. ഈ 2 കാര്യവും പ്രത്യേകം ഓർക്കണം. പൊതുവെ സാധാരണയായിട്ട് എക്സാമിന് കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അതുകൊണ്ട് തന്നെ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ സൈസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവിടെ ഈ ഒരു ഓർഡർ പറയുന്നത്.